നമസ്കാരം. ഏഷ്യ കപ്പിൽ വിജയതിലകം. ഓരോ ഇന്ത്യക്കാരനും അഭിമാന നിമിഷം. കപ്പിലല്ല കാര്യമെന്ന് പറഞ്ഞ് കളിക്കളത്തിൽ ചുട്ട മറുപടി നൽകി തിലകക്കുറി അണിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ടീം ഇന്ത്യ. അഭിമാനം ഉയർത്തിയിരിക്കുകയാണ്. അങ്ങ് വാനോളം ആശംസകൾ നേരുകയാണ് ടീം ഇന്ത്യക്ക്. സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. ദുരന്തത്തിൽ വിജയിക്കും സർക്കാരിനും ഇന്ന് നിർണായകം. TVKയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് തമിഴക വെട്രി കഴകം. യുഎസിലെ മിഷിഗണിൽ വെടിവെപ്പ്, 4 പേർ കൊല്ലപ്പെട്ടു. മരണസംഖ്യ ഉയരാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. സുരക്ഷാ ജീവനക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ അക്രമി കൊല്ലപ്പെട്ടു. ഇന്ന് ലോക ഹൃദയ ദിനം. ഒരു ഹൃദയമിടിപ്പും നഷ്ടമാക്കരുതെന്ന് ഹൃദയദിന പ്രമേയം. ഹൃദയാരോഗ്യം തുടർച്ചയായി നിരീക്ഷിച്ച് ജാഗ്രത പാലിക്കണമെന്ന് സന്ദേശം. പാർട്ടി വിലക്ക് ലംഘിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് തിരുവനന്തപുരത്തെ CPI പ്രവർത്തകർ. മീനാങ്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത് സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിന്റെ എതിർപ്പ് ലംഘിച്ച് ജില്ലാ നേതാക്കൾ അടക്കം പരിപാടിക്കെത്തി. കടക്കുകയാണ് വിശദമായി തന്നെ 9 മണി വാർത്തയിലേക്ക്. ന്യൂസ് 18 ചർച്ചയിൽ BJP നേതാവിന്റെ പരാമർശം രാജ്യവ്യാപക ചർച്ചയാക്കി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുമെന്ന പരാമർശത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. TV ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി മുഴക്കിയത് ഗുരുതരമായൊരു ക്രിമിനൽ കുറ്റകൃത്യവും ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയുമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനിടെ ഇന്ന് BJP നേതാവിന്റെ പരാമർശത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കും. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിലായിരുന്നു പ്രിന്റു മഹാദേവന്റെ വിവാദ പരാമർശം. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കേണ്ട. അങ്ങനെ NC കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി CV അനുമോദുമൊപ്പം MG രേണുകയും വിശദാംശങ്ങളുമായി ചേർന്നു. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, നമ്മുടെ തന്നെ ചാനലിൽ നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം BJP നേതാവ് പ്രിന്റു മഹാദേവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിപ്പോൾ ഇതാ സംസ്ഥാനം വിട്ടങ്ങ് ദേശീയ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാം, അമിത്ഷായ്ക്കടക്കം കോൺഗ്രസ് കത്ത് നൽകി കഴിഞ്ഞു ഇതിലൊരു നടപടി ആവശ്യപ്പെട്ട്. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എന്താണ് വിശദാംശം? ഈ ഒരു ചർച്ചയിലെ പരാമർശം അത് രാജ്യവ്യാപകമായി BJPക്കെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. KC വേണുഗോപാലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അത് സൂചിപ്പിക്കുന്നതാണ്. പലതവണ രാഹുൽ ഗാന്ധിക്ക് നേരെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന് നേരെ ഈ കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ആസൂത്രിതമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു പരാമർശം. ഇത് ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലുണ്ടായതല്ല. BJPയും RSSും ഒക്കെ കാലങ്ങളായി പരിശ്രമിക്കുന്ന ഒന്നാണ്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിലയിരുത്തലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഇപ്പോൾ അമിത്ഷായ്ക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കി.
നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഷാഫി പറമ്പിലും ഇന്നലെ വലിയ തോതിൽ തന്നെ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധമുണ്ടാകുമെന്ന് അദ്ദേഹം FB-യിൽ കുറിച്ചു. അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ്, ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കേന്ദ്രത്തിനെതിരെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെ കൂടി ഈ ഒരു വിഷയം ഉപയോഗിക്കുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഷാഫി പറമ്പിലിന്റെ പോസ്റ്റിൽ ആ കാര്യം കൂടി വളരെ വ്യക്തമാക്കുന്ന തരത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകുന്നുണ്ട്. മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ബിന്ദു മോഹനന്റെ കാല് തല്ലിയൊടിക്കുമെന്നാണ് FB-യിൽ കുറിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ തോതിൽ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് ഈ വിഷയം ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധിക്ക് നേരെയുണ്ടായ ഒരു വധഭീഷണി എന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ യൂത്ത് കോൺഗ്രസും മാറ്റിയെടുക്കുകയാണ്. ഇതിൽ കേന്ദ്രത്തിനെതിരെ രാജ്യവ്യാപകമായിട്ടും കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ കേരളത്തിലും വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇന്ന് പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ കുറച്ച് വിശദാംശങ്ങൾ എവിടെയെല്ലാം എങ്ങനെയെല്ലാം ആകുമെന്ന കാര്യത്തിൽ ഒരല്പം കൂടി കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് സ്ഥലവും സമയം മറ്റ് വിശദാംശങ്ങളും അറിയുകയുള്ളൂ. എന്തിനാണെങ്കിലും ചർച്ചയിലെ ഒരു പരാമർശം ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം ഒരുക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ. അനുമോദ്, ഇത് വലിയ തലത്തിൽ നമ്മൾ സംസാരിച്ചതുപോലെ ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ പോകുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ അനുമോദ് പറഞ്ഞതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഈ ചാനൽ ന്യൂസ് 18 നടത്തിയ ചർച്ചയിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ ഭാഗമായിട്ടല്ല പ്രിന്റു മഹാദേവി ഇക്കാര്യം സംസാരിച്ചത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വർഷങ്ങളായി നടക്കുന്ന RSSന്റെ BJPയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്ന പ്രതികരണമാണ് എന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് BJP ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ ഇതുവരെ? BJPയുടെ നേതാക്കളൊന്നും തന്നെ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ പല BJP അനുഭാവ പേജുകളിലും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇത് രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ രാജ്യഭീഷണിക്ക്, രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു കാര്യം നടത്തുമ്പോൾ അവിടെ ഈ പട്ടാളം ഇടപെടും എന്ന് പറയുന്നത് വധഭീഷണിയാവുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് രാജ്യത്തിന്റെ സുരക്ഷയിൽ കടന്നുകയറ്റം നടത്തിയാൽ അവിടെ പട്ടാളം അതിൽ ഇടപെടും എന്ന തരത്തിലുള്ളൊരു പരാമർശം നടത്തിയതിന് രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരു നടപടിക്കെതിരെ പട്ടാളം സ്വീകരിക്കുന്ന നടപടി ഇങ്ങനെയാകുമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു വധഭീഷണിയല്ല, അതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നതാണ് എന്ന തരത്തിലുള്ള ന്യായീകരണ പോസ്റ്റുകൾ BJP അനുഭാവ പേജുകളിൽ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ BJPയുടെ നേതൃനിരയിലുള്ളവർ, പ്രത്യേകിച്ച് വക്താക്കളായിട്ടുള്ള ആരും തന്നെ ഈ കാര്യത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പക്ഷേ വരും മണിക്കൂറുകളിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് തന്നെ വേണം കണക്കാക്കുവാൻ. അനുമോദ, നമുക്കറിയാം ഇപ്പോൾ അമിത്ഷായ്ക്കടക്കം KC വേണുഗോപാൽ പരാതി നൽകിയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ പരാതിയിൽ ഒരു പ്രതികരണം, ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട സാഹചര്യമുണ്ടോ? അതല്ലെങ്കിൽ പ്രിന്റു മഹാദേവിനെ സംരക്ഷിക്കുന്നുണ്ടോ? BJP അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നുണ്ടോ? എന്താണ് അറിയാൻ സാധിച്ചത്? അത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് ഒരു വ്യക്തമായ പ്രതികരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകുന്നേരമാണ് KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകുന്നുണ്ട്. ഇതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണം. ഇത് വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധിക്ക് നേരെ നടക്കുന്ന ആ സുരക്ഷാ വീഴ്ചകളുടെ ഭാഗമായിട്ടാണ്, BJPയുടെ RSSന്റെ ഗൂഢാലോചനയാണ്, ഈ വധശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള. ശരി അനുമോദ, ഞാൻ വരാം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സന്ദീപ് വാര്യർ, പരാതി നൽകിക്കഴിഞ്ഞു സംസ്ഥാന പോലീസിനടക്കം. ഇപ്പോൾ ഇതാ KC വേണുഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കടക്കം പരാതി നൽകിയ സാഹചര്യം. പക്ഷേ എന്തുകൊണ്ടായിരിക്കും സംസ്ഥാന പോലീസ് ഒരു കേസ് എടുക്കാൻ തയ്യാറാവാത്തത് ഈ വിഷയത്തിൽ? നോക്കൂ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. രാജ്യത്ത് നിന്ന് ഏറ്റവും അധികം യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെ പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷ പോരാട്ടത്തിന്റെ കുന്തമുനയാണ് രാഹുൽ ഗാന്ധി. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവൻ അപായപ്പെടുത്തുമെന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ന്യൂസ് 18 ചർച്ചയിൽ വന്നിരുന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കേസെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് ചെയ്യേണ്ട കർത്തവ്യം. കാരണം രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, ഇനി ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളായിക്കോട്ടെ, അവരെ വെടിവെച്ച് കൊല്ലുമെന്ന് ഒരു ചാനൽ ചർച്ചയിൽ പറയുമ്പോൾ ഇനി അതിനേക്കാൾ ഏറെ എന്ത് തീവ്ര നിലപാടാണ് പറയാനുള്ളത്? അപ്പോൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ കലാപം അഴിച്ചുവിടാൻ ഉദ്ദേശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കൊലപ്പെടുത്തും എന്ന് പറയുമ്പോൾ
അത് എങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? ഇത് പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, BJP നേതൃത്വം ഇതുപോലെയുള്ള കിഴങ്ങന്മാരെ എന്തിനാണ് ചാനൽ ചർച്ചയ്ക്ക് വിടുന്നത്? അതല്ലെങ്കിൽ ഇതുപോലെയുള്ള തോന്നിവാസം പറയുന്ന, ഇതുപോലെ വൃത്തികെട്ട വർത്തമാനം പറയുന്ന വിവരം കെട്ടവന്മാരെ ചാനൽ ചർച്ചയ്ക്ക് വിടുന്ന BJP നേതൃത്വം അവരിതിന് മറുപടി പറയണം. അതല്ലെങ്കിൽ അവരിതിനെ ഓൺ ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഡിസോൺ ചെയ്യണം, അല്ലെങ്കിൽ ഓൺ ചെയ്യണം. ഓൺ ചെയ്യുകയാണ്, അതായത് രാഹുൽ ഗാന്ധിയെ കൊലപ്പെടുത്താൻ തന്നെയാണ് BJPയുടെ തീരുമാനമെങ്കിൽ അതവർ പറയട്ടെ. മറുവശത്ത് കേരളത്തിലെ പോലീസ് സംവിധാനം എന്തുകൊണ്ടാണ് ഇതിനെതിരെ നടപടിയെടുക്കാത്തത്? ഇവിടെ ഇപ്പൊ ഭരിക്കുന്നത് പിണറായി വിജയനാണോ അമിത്ഷായാണോ എന്ന് സംശയം തോന്നുകയാണ്. കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണോ, ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനാണോ, അതോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണോ? BJP നേതാക്കൾക്കെതിരെ, BJP-കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഇവിടെ ഒരു പരാതി കൊടുത്താലും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയാണല്ലോ. ഇവിടെ കേരളത്തിൽ ആകപ്പാടെ പോലീസിനെ കൊണ്ട് ഉപകാരം കിട്ടുന്നത് ഇപ്പൊ RSSനും BJPക്കും മാത്രമായി മാറിയിരിക്കുന്നു. അവർ പറയുന്നതിനനുസരിച്ച് പെരുമാറുന്ന പോലീസ് സംവിധാനമായിട്ട് കേരളം മാറുന്നു. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. ശ്രീ സന്ദീപ് വാര്യർ, ഇത് ഈ ചർച്ചയിൽ നടന്ന സമയത്ത് അത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ ഭാഗമല്ല, നേരത്തെ ഉള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഈ വിവാദ പരാമർശം എന്നാണോ കോൺഗ്രസ് പറയുന്നത്? അല്ല, ആ ചർച്ച കണ്ടാൽ മനസ്സിലാവുമല്ലോ. അവിടെ നിങ്ങളുടെ അവതാരകയായിട്ടുള്ള വ്യക്തി അത് തിരുത്താനുള്ള അവസരം കൊടുത്തല്ലോ. അവിടെ അവസരം ഉണ്ടായിരുന്നല്ലോ. അത് തിരുത്തുകയല്ല ചെയ്തത്, മറിച്ച് അത് ആവർത്തിക്കുകയും അത് അതായത് നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്താൽ വെടിയുണ്ട കയറും നെഞ്ചത്തെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ജനാധിപത്യ രാജ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും BJP-കാർക്കില്ലേ? ഇവിടെ സമരം ചെയ്യാൻ അവകാശമില്ലേ? ഇവിടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഭരണഘടന അവിടെ അവകാശം കൊടുക്കുന്നില്ലേ? ഇത് ഏതെങ്കിലും BJP-കാരന്റെ തറവാട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടതാണോ ഈ അവകാശമൊക്കെ? മനസ്സിലാകുന്നില്ല. ഒന്ന്, ജനാധിപത്യ ബോധം എന്നുള്ളത് അശേഷം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വൃത്തികെട്ട ഒരു വർഗമാണ് BJP-കാർ. അവരാണ് ഇവിടെ വന്നിരുന്നിട്ട് ഈ രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഇതുപോലെയുള്ള വിവരം കെട്ട തെണ്ടികളെയൊക്കെ ചാനൽ ചർച്ചയ്ക്ക് വിടുന്ന BJP-യുടെ സംസ്ഥാന നേതൃത്വത്തെ വേണം പറയാൻ. മനസ്സിലായല്ലോ? ഈ വൃത്തികെട്ട വർത്തമാനം, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലുമെന്നൊക്കെ വർത്തമാനം പറഞ്ഞ് അതിനെ ഡിസോൺ ചെയ്യുകയോ തള്ളിപ്പറയുകയോ ചെയ്യാൻ പോലും ഇതുവരെ രാജീവ് ശേഖറോ BJP നേതൃത്വമോ തയ്യാറായിട്ടില്ല. അമിത്ഷാ തയ്യാറായിട്ടില്ല. ഇവിടെ പിണറായി വിജയൻ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് BJP-കാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുക? കേരളം പോലെ ഒരു സമൂഹത്തിൽ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കട്ടെ. ഇതിപ്പോ മറ്റേതെങ്കിലും ഒരു BJP നേതാവിനെ കുറിച്ചോ നരേന്ദ്രമോദിയെ കുറിച്ചോ മറ്റൊരു പ്രതിപക്ഷത്തുള്ള ആരെങ്കിലുമാണോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഉണ്ടാകുന്ന പുകിൽ എന്തൊക്കെയായിരിക്കും? ദേശീയ അന്വേഷണ ഏജൻസി വരില്ലേ? NIA വരില്ലേ? അത് പറഞ്ഞയാള് ആജീവനാന്തം ജയിലിനകത്ത് പോയി കിടക്കില്ലേ? ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഇവറ്റകൾക്ക് വേണ്ടേ? ശരി, വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്. വീണ്ടും CP അനുമോദിലേക്ക് തന്നെ പോകുന്നു. അനുമോദ്, കോൺഗ്രസ് പ്രതിനിധി സന്ദീപ് വാര്യർ പറഞ്ഞത് ഇങ്ങനെയാണത്. സംസ്ഥാന പോലീസിന് പരാതി നൽകിയിട്ട് പോലും കേസെടുക്കാത്തതിന് പിന്നിൽ BJP CPM ബാന്ധവം കൂട്ടുകെട്ട് തന്നെയാണ്. ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണോ അമിത്ഷായാണോ എന്നറിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. BJP-ക്കെതിരെയും LDF-നെതിരെയും ഒരേപോലെ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തുകയാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത്. അത് KC വേണുഗോപാൽ മുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വരെ അതേ ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എന്നെത്തിക്കുന്നു, അല്ലെങ്കിൽ അപ്രകാരം വിശദീകരിക്കുന്നു. കേസെടുക്കുന്നത് എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം ഉയരുന്നു. സാധാരണഗതിയിൽ എപ്പോഴേ കേസെടുക്കേണ്ട ഒരു സംഭവമാണിതെന്നും ഇന്ത്യയുടെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ പ്രതിപക്ഷ നേതാവിനെയാണ് ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയത് എന്നുള്ളത് അതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണെന്നും ഇതിൽ BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കാത്തതെന്നുമാണ് യൂത്ത് കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നത്. അതുതന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യവ്യാപകമായിട്ട് BJP-ക്കെതിരെയും സംസ്ഥാന വ്യാപകമായിട്ട് BJP-ക്കും ഇടതുപക്ഷത്തിനുമെതിരെയും ഒരായുധമാക്കി ഈ വിഷയത്തെ വരും ദിവസങ്ങളിൽ നിലനിർത്തുക, വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുക, അതുവഴി ഈ വിഷയത്തിൽ സജീവമായ ഇടപെടൽ നടത്തി ഇത് BJP-ക്കും CPM-നുമെതിരെ വലിയ ഒരു ആയുധമാക്കി വരും ദിവസങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക എന്ന നീക്കമാണ് എന്ന ആലോചനയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ന് എന്തൊക്കെ പ്രതിഷേധങ്ങൾ എവിടേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്.
ശരി അനുമോദ്, എം ജി രേണുക കൂടി നമുക്കൊപ്പം ചേർന്നു. രേണുക തന്നെയാണ് ഈ ചർച്ച നയിച്ചിരുന്നത്. ആ ചർച്ചയാണ് ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് പോലും ഉയർന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് അമിത്ഷായ്ക്ക് പോലും KC വേണുഗോപാൽ പരാതി നൽകിയിരിക്കുന്നു. നടപടി ആവശ്യപ്പെട്ട് നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. എന്തായാലും ഇവിടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം, കോൺഗ്രസ് പ്രധാനമായും പറയുന്നത് ചാനൽ ചർച്ചയിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ ഭാഗമായി നടന്ന വാക്കുകളല്ല പ്രിന്റു മഹാദേവ് ഉപയോഗിച്ചത്. വർഷങ്ങളായി BJP RSSന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന വാക്കുകളാണ് ഒരു കൊലവിളി രൂപത്തിൽ പ്രിന്റു മഹാദേവ് പറഞ്ഞതെന്നാണ് പ്രധാനമായും കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന് എന്ന് പറയുന്നത് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കാത്തതിന് കാരണം BJP CPM ബാന്ധവം കൂട്ടുകെട്ടാണ് എന്നാണ്. തീർച്ചയായും ഭവ്യ, അതിനെ രാഷ്ട്രീയമായി ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാമോ അതിന്റെ ആ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാക്കി കോൺഗ്രസ് ഇതിനെ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു പരാമർശമല്ല ചാനൽ ചർച്ചയിൽ BJPയുടെ ഔദ്യോഗിക വക്താവായിട്ടുള്ള ഒരു വ്യക്തി നടത്തിയിരിക്കുന്നതെന്നറിയാം. പ്രിന്റു മഹാദേവ് അത് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രസ്താവന തിരുത്തുന്നോ എന്നത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. മാപ്പ് പറയാൻ തയ്യാറാണോ, പ്രസ്താവന തിരുത്തുന്നുണ്ടോ എന്നത് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം തയ്യാറായിട്ടില്ല. കോൺഗ്രസ് ഇതിനെ കാണുന്നത് നമുക്കറിയാം. രാഹുൽ ഗാന്ധിയുടെ പശ്ചാത്തലം എന്നതറിയാം. അദ്ദേഹത്തിന്റെ മാതാവ് രക്തസാക്ഷിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം തന്നെ പിതാവ് രക്തസാക്ഷിയായിട്ടുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നിരവധി വധഭീഷണികൾ നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കനത്ത സുരക്ഷ തന്നെ നൽകിയിട്ടുള്ളതും ആ സാഹചര്യത്തിലാണ്. അപ്പോൾ സംഘപരിവാർ സംഘടനകൾ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നത് കോൺഗ്രസ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ തുടർച്ചയാണ് BJP വക്താവിന്റെ പരസ്യമായുള്ള ചാനൽ ചർച്ചയിലെ പ്രതികരണം എന്നതാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി, അതും ഒരു ചാനൽ ചർച്ചയിൽ BJP വക്താവായ വ്യക്തി തന്നെ അത്തരം ഒരു പരാമർശം നടത്തിയത് എന്തുകൊണ്ട് നടപടിയില്ല എന്നതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും സ്വമേധയാ പരാതി നൽകാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി ഇതിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ചാനൽ ചർച്ചകളിൽ തന്നെ വരുന്ന വസന്ത് തെങ്ങപ്പള്ളി, KSU നേതാവ് ഗോകുൽ, അങ്ങനെ നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരാതിയിൽ പോലും നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ എത്തുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ എടുത്തിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് അവരെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു വധഭീഷണി ഉണ്ടായിട്ട് നടപടിയെടുക്കുന്നില്ല എന്നതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സ്വമേധയാ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവിടെ നടപടി ഉണ്ടാകാതെ പോകുന്നത് BJPയും CPMും തമ്മിലുള്ള ബാന്ധവം മൂലമാണ് എന്നത് കോൺഗ്രസ് ആരോപിക്കുന്നു. ആ സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ പ്രതിഷേധത്തിന് കൂടി തയ്യാറെടുക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ അമിത്ഷായ്ക്ക് ഇത് ചൂണ്ടിക്കാട്ടി കത്തെഴുതിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ നമുക്കറിയാം പലപ്പോഴും വലിയ ചർച്ചയാകുന്നത് കൂടിയാണ്. രാഹുൽ ഒരുപക്ഷെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്ന് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നതൊക്കെയും വ്യാപകമായ ചർച്ചയും പരാതിയും ഒക്കെ ഉയർത്തുന്ന സാഹചര്യമാണ്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ തന്നെ ശ്രദ്ധയിൽ ഉള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇതിനെതിരെ ഈ നേതാവിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്ന കാര്യം KC വേണുഗോപാൽ ചോദിക്കുന്നു. അപ്പോൾ ഈ ചിത്രം അത് വ്യക്തമാണ്. ദേശീയ തലത്തിലേക്ക് വിഷയം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ഇങ്ങനെയാണ്, അതായത് ദേശീയ തലത്തിൽ BJPക്കെതിരെയുള്ള വലിയ ആയുധമായി ഈ വിഷയത്തെ കോൺഗ്രസ് കാണുന്നു, അല്ലേ? തീർച്ചയായും നമുക്കറിയാം, രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിനെതിരായ ഒരു ആരോപണം തീർച്ചയായും, അദ്ദേഹത്തിനെതിരായ ഒരു ഭീഷണി എന്നത് തീർച്ചയായും ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വരുന്ന വിഷയമാണ്. കോൺഗ്രസ് അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നു. ഗോഡ്സെയുടെ പിന്മുറക്കാരാണ് ഇവർ. ഇത്തരം പരാമർശങ്ങൾ പരസ്യമായി നടത്തുന്നവർ ഗോഡ്സെയുടെ പിന്മുറക്കാരാണ്. അവർ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ്. അത്തരം പരസ്യമായ പ്രസ്താവനകളിലേക്ക് അത് നടക്കുന്നത് അപകടകരമായ സൂചനയാണ് എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം VD സതീശനും KPCC അധ്യക്ഷനും ഒക്കെ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ശക്തമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് KC വേണുഗോപാൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേശീയ നേതൃത്വത്തിന് കത്തെഴുതിയത്. ഇവിടെ ഭവ്യ ഒരു കാര്യം കൂടി നോക്കണം. നമ്മൾ ലഡാക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഈ ചർച്ച നടത്തിയത്. അത് കേന്ദ്ര സർക്കാരിനെ പോലും ഒരു കുറേയേറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണ്. അവിടെ ഒരു കലാപ സമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല.
കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നില്ല എങ്കിൽ പോലും ദേശീയ തലത്തിൽ പോലും ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിനെതിരെ BJP ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ലഡാക്കിലെ പ്രശ്നങ്ങളിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന് ഉൾപ്പെടെയുള്ള പങ്കൊക്കെ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ആ വിഷയത്തിൽ തന്നെയാണ് സംസ്ഥാന BJP വക്താവും രാഹുൽ ഗാന്ധിയുടെ തലയിൽ അത് കെട്ടിവെക്കുന്ന തരത്തിലുള്ള നിലപാടെടുക്കുകയും അതൊരു വധഭീഷണിയുടെ രൂപത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിൽ BJPയുടെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായി ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സംസ്ഥാന BJPയുടെ നിലപാടെന്താണ്? ഇത്തരം കൊലവിളി പ്രസംഗങ്ങൾ നടത്തുന്ന നേതാക്കളെ BJP അംഗീകരിക്കുന്നുണ്ടോ? BJP നേതൃത്വത്തിന്റെ പിന്തുണ പ്രിന്റു മഹാദേവ് എന്ന BJP സംസ്ഥാന വക്താവിനുണ്ടോ? ഇത്തരം കൊലവിളി നടത്തുന്ന വക്താക്കളെ BJP ഒഴിവാക്കണം, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൽ നിലപാട് പറയാനുള്ള ബാധ്യത BJP സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അവർ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് ദേശീയ നേതൃത്വത്തിന്റെ ഉൾപ്പെടെയുള്ള ശ്രദ്ധയിലേക്ക് കോൺഗ്രസ് കൊണ്ടുവരികയും ഒരു സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നത്. ശരി, വ്യക്തമാണ്. MG രേണുകയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപീഠം കണ്ടെത്തിയെങ്കിലും ദുരൂഹത തുടരുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട്. വഴിചാരി കള്ളം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആക്ഷേപം ഉന്നയിച്ചത്, ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവിടുത്തെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് എന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? അപ്പോ ഇയാളുടെ ഒരു വാക്കാണ്. ഇയാൾക്ക് അറിയാമായിരുന്നു ഇയാളുടെ കസ്റ്റഡിയിൽ സാധനം ഉണ്ടെന്ന്. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇയാള് മനഃപൂർവ്വം കള്ളം പറഞ്ഞത്? അപ്പൊ ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുവാൻ വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി ആസൂത്രണം ചെയ്ത് നടത്തിയതാണ് എന്നാണ് എന്റെ ആരോപണം. ബാക്കി ചില കാര്യങ്ങൾ സ്വാഭാവികമായും കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കട്ടെ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ ഇന്ന് ഞങ്ങളുടെ ദേവസ്വം വിജിലൻസ് SP കൃത്യമായി അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കും. ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബോർഡിന് ഒന്നും മറയ്ക്കാനില്ല. ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായുമാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇവിടെ ചെറിയൊരു സാങ്കേതിക പിഴവ് മാത്രം, അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായും സുതാര്യമായും വളരെ മാനുവൽ പ്രകാരവും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും ഭയക്കേണ്ടതില്ല, ഒരു അന്വേഷണത്തെയും ഞങ്ങൾ ഭയക്കേണ്ടതില്ല. പക്ഷേ ഈ വ്യക്തി മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നതും കള്ളം പറഞ്ഞതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. അതൊക്കെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കറിയാമല്ലോ, ആഗോള അയ്യപ്പ സംഗമത്തിന് കൃത്യം 5 ദിവസം മുമ്പാണ് ഈ ആരോപണം വരുന്നത്. അയാളുടെ കയ്യിൽ ഇതുണ്ടല്ലോ, അയാൾക്കത് അറിയാമല്ലോ. എന്നിട്ടും അയാൾ എന്തിനാണ് ദേവസ്വം ബോർഡിനെ പഴിചാരിയത്? അതുകൊണ്ടല്ലേ സ്വർണ്ണക്കള്ളന്മാർ എന്ന് ഞങ്ങൾ ആക്ഷേപം കേട്ടത്, ഈ ബോർഡ് ആക്ഷേപം കേട്ടത്. ആ നഷ്ടപ്പെട്ടുപോയ അഭിമാനത്തിന് ആര് സമാധാനം പറയും? എന്തൊക്കെയായിരുന്നു ഇവിടെ? ഫ്രണ്ടിലല്ലായിരുന്നു വാർത്ത, എല്ലാം പത്രങ്ങളും. നിങ്ങളെല്ലാം പ്രൈം ന്യൂസിലല്ലേ ഇത് കൊടുത്തത്? നിങ്ങളെ ഞാൻ പറയുന്നില്ല, ഒരാളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ സ്വാഭാവികമായും അയാൾക്കത് അറിയാമായിരുന്നു അയാളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന്. അയാളുടെ കയ്യിലോ അയാളുടെ സഹായിയുടെ കയ്യിലോ എന്തായാലും അയാളുടെ കയ്യിലുണ്ടല്ലോ ഈ സാധനം. അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണല്ലോ ഇത് പിടിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ആസൂത്രിതമായി കൽപ്പിച്ചു കൂട്ടി ദേവസ്വം ബോർഡിനെ പഴിചാരിയ അദ്ദേഹത്തിനെതിരെ വലിയ അന്വേഷണം വേണം. പറഞ്ഞല്ലോ ഞാൻ. അല്ല, വരട്ടെ, നമുക്ക് എന്തായാലും ഇപ്പോ കോടതിയല്ലേ തീരുമാനിക്കുന്നത്. കാരണം പിന്നെ വിജിലൻസ് SP കോടതി നിയോഗിച്ച പ്രകാരമാണല്ലോ അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതെല്ലാം കോടതിയിൽ കൊടുക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ കൃത്യമായ രേഖകളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇയാൾ ഇത് ഈ എയറിൽ പറയുന്നത് വരെ സത്യത്തിൽ ഞങ്ങൾ അപ്പോഴല്ലേ അറിയുന്നത്. ഞങ്ങൾ കെട്ടിപ്പോയില്ലേ, അപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു പീഡ ഉണ്ട് എന്നുള്ള കാര്യം. അതുവരെ ഞങ്ങൾക്കറിയില്ലല്ലോ. പക്ഷെ ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഞങ്ങൾ വളരെ കൃത്യമായി മാനുവൽ പ്രകാരം, ഞങ്ങളുടെ തിരുവാഭരണ കമ്മീഷണർ വളരെ സാത്വികനായ ഒരു മനുഷ്യനാണ്. അയാൾ കൃത്യമായി ആ രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തത്, വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ കോൺഫിഡന്റോടുകൂടി, ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ വ്യക്തിയുടെ പടലം അന്വേഷിക്കണം, ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അതൊക്കെ ഇപ്പൊ ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ഇനി കോടതി പറയട്ടെ, കോടതിയുടെ അന്വേഷണം, കോടതിയുടെ ഉത്തരവ് പറയട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.
ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണമാണ്. എന്തായാലും ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപീഠം കണ്ടെത്തിയെങ്കിലും അതിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. സ്വർണ്ണപീഠം കാണാതായതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പീഠം കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. പീഠം കാണാനില്ലെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ 25-ന് പാക്കറ്റിൽ പൊതിഞ്ഞ സാധനം തന്നുവെന്ന് സഹോദരി മിനിയും ഭർത്താവും പ്രതികരിച്ചു. പീഠമെന്ന് അറിയാതെയാണ് വാങ്ങിവെച്ചത്. ക്ഷേത്രത്തിലേക്കുള്ള ഷീൽഡ് എന്ന് പറഞ്ഞാണ് പീഠം കൈമാറിയതെന്നും ഇരുവരും പറഞ്ഞു. തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പൊ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു, അത്ര തന്നെ. നമ്മള് ഇപ്പൊ സാധനങ്ങള് പൂജാദ്രവ്യങ്ങളായാലും ഷീൽഡായാലും പിന്നീട് എന്തായാലും കൊണ്ടുവരുമ്പോ നമ്മളിത് എടുത്തു വയ്ക്കും. വേറൊരാൾ വന്ന് കൊണ്ടുപോകാറുമുണ്ട്, പറയുന്നവര് തന്നെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയൊക്കെയുള്ളതാണെന്നുള്ളത് എത്രത്തോളം. എൻ്റെ അളിയനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അവൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നവരിവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസ് ആണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ച ആൾ തന്നെ ആയിരിക്കും പറഞ്ഞത് കാണാൻ, അല്ലെങ്കിൽ പിന്നെ ദേവസ്വം വിജിലൻസ് ഇവിടെ വരേണ്ട കാര്യമില്ല. അവർ വന്നു ഇതുപോലെ ഇവിടെ ഒരു ഐറ്റം ഉണ്ട് എന്ന് വൈഫിനോട് പറഞ്ഞപ്പോഴും ഞാൻ ആ സമയത്ത് ഞാനില്ലായിരുന്നു. ഇവർ കവറൊക്കെ പൊട്ടിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവർ ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ദേവസ്വത്തിൻ്റെ വിജിലൻസിലുള്ള ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചനയുണ്ടോയെന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ അതിന്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ദേവസ്വം ബോർഡിലെ വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലെ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഇന്നലെ പീഠം കണ്ടെത്തിയിരിക്കുന്ന നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു. അത് സംബന്ധിച്ച് റിപ്പോർട്ട് സ്വാഭാവികമായി നാളെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വീണ്ടും റിപ്പോർട്ട് കൊടുത്ത് കേസ് പരിഗണിക്കപ്പെടുകയാണ്. കോടതി അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും. ഏതായിരുന്നാലും അതിന്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. നാളെ കോടതിക്ക് അത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. PV അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ്, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പ്രധാനമായും ശബരിമലയെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നു. മറ്റൊന്ന്, ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് ദേവസ്വം മന്ത്രി അടക്കം പറയുന്ന സാഹചര്യം. മൂന്നാമത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു കേസെടുക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, വിശദാംശങ്ങൾ?
ഭവ്യ, ശബരിമല അപകീർത്തിപ്പെടുത്തുക എന്നത് ഒരു ഭാഗത്ത്, മറിച്ച് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കിയ ഒരു വിഷയമാണിപ്പോൾ നേരെ തിരിയുന്നത്. സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ പിടിപ്പുകേടാണ്. അവിടെ നിന്ന് സ്വർണ്ണ പീഠം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന ആരോപണമാണ് ആ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ചത്. വലിയ വിമർശനം സർക്കാരിനും ദേവസ്വം ബോർഡിനും നേരിടേണ്ടി വന്നു. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു. അതുകൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അങ്ങനെയാണ് ദേവസ്വം വിജിലൻസ് കേസ് വീണ്ടും അന്വേഷിക്കുന്നത്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നാളെ കോടതിയിൽ കൊടുക്കാനിരിക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇന്നലെ വിജിലൻസ് നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമ്പൂടിന്റെ വീട്ടിൽ നിന്ന്, വീട്ടിലെ സ്റ്റോറിൽ നിന്ന് ആ പീഠം പിടിച്ചെടുക്കുകയായിരുന്നു വിജിലൻസ്. അദ്ദേഹത്തിന്റെ സഹോദരി, ഉണ്ണികൃഷ്ണൻ പോറ്റി സഹോദരി അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന സാധനമാണ് അവിടെ സൂക്ഷിച്ചു വച്ചത്. അത് വിജിലൻസ് എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. എന്തിനാണ് ഇത്തരമൊരു നടപടി? ഒരു സാധനം കൃത്യമായി തന്റെ പക്കലുണ്ടെന്ന് അറിയാവുന്ന ആൾ തന്നെ അത് കാണാതെ പോയി. താൻ ദേവസ്വം ബോർഡിന് കൊടുത്ത പീഠം കാണാതെ പോയി എന്ന ആരോപണവുമായി രംഗത്ത് വരുന്നു. കോടതിയിൽ അത് വലിയ കോടതി വലിയ വിഷയമായി ഉയർന്നു വരുന്നു. സമൂഹത്തിന്റെ ചർച്ചയാവുന്നു. അപ്പോഴും അയാൾ പൂർണ്ണമായും ഇക്കാര്യം തനിക്ക് അറിയാവുന്ന കാര്യമാണ്, എവിടെയാണെന്നുള്ളത് അത് ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഇതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്നാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും ഭവ്യ ചോദിച്ചതുപോലെ പോലീസ് അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ഈ സാധനം കണ്ടെടുക്കുന്നവരെ കോടതിയുടെ നിർദ്ദേശപ്രകാരം അത്തരം അന്വേഷണം നടത്തി. അതുകൊണ്ട് തന്നെ സാധനം കണ്ടെടുത്തു കഴിഞ്ഞു. ഇനി ഇതിനെ ഗൂഢാലോചന അന്വേഷിക്കേണ്ട സ്വാഭാവികമായും പോലീസാണ്. വൈകാതെ തന്നെ അത്തരം ഒരു പോലീസ് അന്വേഷണത്തിലേക്കും സർക്കാർ കടക്കാൻ തന്നെയാണ് സാധ്യത. കാരണം നമുക്കറിയാം, അത്രയധികം ശബരിമലയുമായി ബന്ധപ്പെട്ട ഓരോ വിഷയം അത്രയധികം ജനശ്രദ്ധ നേടുന്ന കാര്യമാണ്. സർക്കാരിനെ, ദേവസ്വം ബോർഡിലേക്ക് വളരെ കൃത്യമായി ഭക്തരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയൊരു പ്രതിരോധത്തിലായിരുന്നു ദേവസ്വം ബോർഡും സർക്കാരുമൊക്കെ. പക്ഷേ ഇപ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തുമൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്താണ് നടന്നതെന്ന കാര്യത്തിൽ. കൃത്യമായി അത് വീഡിയോ രേഖകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആശങ്കയില്ലായിരുന്നു പറയുമ്പോഴും വലിയ പ്രതിരോധത്തിലായിരുന്നത് വസ്തുതയാണ്. ഏതായാലും ഇതിലൊരു അന്വേഷണം ഉണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇതിന് പിന്നിലെ ഉദ്ദേശം എന്തെന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന ഉണ്ടാകും. ഇയാൾക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഭവ്യ, തീർച്ചയായും അരുൺ, അതുപോലെ തന്നെ നമുക്കറിയാം, ശബരിമലയിൽ എന്ത് ഭക്തർ വഴിപാടായി നൽകിയാലും അത് മഹസറിൽ രേഖപ്പെടുത്തുന്നതാണ്. പക്ഷെ ഇവിടെ പീഠം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നു. അത് അന്വേഷണ പരിധിയിൽ വരുന്നതല്ലേ അരുൺ? തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് സ്പെയർ പീഠമാണ് നേരത്തെ സമർപ്പിച്ച പീഠത്തിനൊപ്പം ഒരു സ്പെയർ കൂടി നൽകിയതാണ്. അത് കാണാനില്ല എന്നാണ് ഇയാൾ പരാതിയായി പറഞ്ഞത്. അത് രേഖകളിലുണ്ട് എന്നാണ് ദേവസ്വം വ്യക്തമാക്കുന്നത്. അങ്ങനെ ഇല്ലാതെ പോയെങ്കിൽ എന്താണ് ഇതിന്റെ കാരണമെന്ന് സ്വാഭാവികമായും അതും വിശദീകരിക്കേണ്ടി വരും. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദേവസ്വത്തെ ഏൽപ്പിച്ചിരുന്നോ, ശബരിമല ഏൽപ്പിച്ചിരുന്നോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. എന്തോ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയ നീക്കമാണ് നടന്നിരിക്കുന്നത്. അവിടെ ആരുടെ ഭാഗത്തൊക്കെയാണ് വീഴ്ച എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും പോലീസ് അന്വേഷണം ഇതിൽ അധികം വൈകാതെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ആ അന്വേഷണത്തിലാകും ഇതിന്റെ യഥാർത്ഥ വസ്തുക്കൾ പുറത്തുവരിക. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് നാളെ ഹൈക്കോടതി സമർപ്പിക്കുന്നുണ്ട്. അതിലും വളരെ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് വിശദീകരിക്കും. തീർച്ചയായും എന്തിനാണ് ഈ പീഠം കാണാതെ പോയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണിത് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കേണ്ടത്. മാത്രമല്ല, ഈ വാസുദേവൻ എന്ന് പറഞ്ഞ ഇയാളുടെ സുഹൃത്തിൽ നിന്ന്, ജോലിക്കാരിൽ നിന്ന് എങ്ങനെയാണ് ഇത് ആദ്യം കണ്ടെത്തിയതെന്നുള്ള കാര്യം അറിയേണ്ടത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉത്തരം ലഭിക്കേണ്ടതിനോടൊപ്പം തന്നെ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. വി അരുണാണ് വിശദ വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകളിലേക്ക് വളരെ വേഗം എത്തണം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. യുഎസിലെ മിഷിഗണിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ദി ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിന്റിലായിരുന്നു ആക്രമണം. അക്രമി തന്റെ ട്രക്ക് പള്ളിക്കകത്തേക്ക് ഇടിച്ചു കയറ്റിയ ശേഷം വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ പള്ളിക്ക് തീയിടുകയും ചെയ്തു. സുരക്ഷാ ജീവനക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ അക്രമി കൊല്ലപ്പെട്ടു. സംഭവത്തിൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. നിലവിൽ 8 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അജയ് സുധാ ബിജു വിവരങ്ങൾ നൽകും. അജയ്, ദാരുണമായൊരു സംഭവമായി പോയി. ഈ ആക്രമണത്തിന് പിന്നിൽ എന്താണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം സുരക്ഷാ ജീവനക്കാരുമായുള്ള ഏറ്റുമുട്ടൽ അക്രമിയടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലേ?
ഭവ്യ, നിലവിൽ ഈ കേസ് അന്വേഷണം FBI ഏറ്റെടുത്തിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ട്രൂത്ത് സോഷ്യൽ വഴിയുള്ള സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം US-ൽ ക്രിസ്ത്യാനികൾക്ക് നേരെ മറ്റൊരു ആക്രമണം കൂടി നടന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയാനായിട്ട് എന്ത് വില കൊടുത്തും സർക്കാർ ശ്രമിക്കും എന്നുള്ള ഒരു ഉറപ്പോടു കൂടിയാണ് ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ വിഷയത്തെ അപലപിക്കുന്നുമുണ്ട്. ഇന്ന് ഈ ഞായറാഴ്ച പുലർച്ചെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഞായറാഴ്ച ആയതിനാൽ തന്നെ പള്ളിയിൽ പ്രാർത്ഥനാ സമയമായിരുന്നു. നിരവധി ആളുകൾ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോഴാണ് അക്രമി തൻ്റെ ട്രക്ക് പള്ളിയുടെ മുൻവാതിൽ കൂടി അകത്തേക്ക് ഇടിച്ചു കയറ്റുന്നത്. തുടർന്ന് അക്രമി ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും തൻ്റെ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് അവിടെ വെടിയുതിർക്കുകയുമായിരുന്നു. വെടിയുതിർത്ത ശേഷം അക്രമി ആ പള്ളിക്ക് തീയിടുകയും ചെയ്തു. ഇത്തരത്തിലായിരുന്നു ഒരു ഭയാനകമായിട്ടുള്ള ഒരു ആക്രമണം അവിടെ ഉണ്ടായത്. ഇതിനുശേഷം സുരക്ഷാ ജീവനക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് അക്രമി കൊല്ലപ്പെട്ടത്. തോമസ് ജേക്കബ് സാൻഫോർഡ് എന്ന ആളാണ് ഈ ആക്രമണം നടത്തിയത്. ഇയാളെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത് 40-കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല US ആർമിക്ക് വേണ്ടിയിട്ട് ഇറാഖ് അധിനിവേശത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇയാൾ ഒരു മറൈൻ വെറ്ററനാണ്. ഈ 2004 മുതൽ 2008 വരെയാണ് ഇയാൾ മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയവുമായി കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് 12 മണിക്കൂർ മുൻപ് മാത്രം അമേരിക്കയിൽ മറ്റൊരു വെടിവയ്പ് ഉണ്ടായിരുന്നു. അത് നോർത്ത് കരോലിനയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അവിടെയുള്ളൊരു വാട്ടർ ഫ്രണ്ട് ബാറിൽ ഇത്തരത്തിൽ ഇതുപോലെ തന്നെ ഒരു മറൈൻ വെടിയുതിർക്കുകയായിരുന്നു. ഇയാളും US ആർമിക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. ഇയാളും ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള 2 പേരാണ് ഈ 2 ആക്രമണങ്ങൾ നടത്തിയത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ആക്രമണത്തിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിലവിൽ അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. FBI ഈ കേസ് പോലീസിൽ നിന്ന് ഏറ്റെടുത്ത് അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഇപ്പോൾ നിലവിൽ ഈ പള്ളിയിലുണ്ടായ ആക്രമണത്തിൽ മരണസംഖ്യ 4 പേരാണ്. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാൻ സാധ്യതയുള്ളതായിട്ട് സംശയമുണ്ട്. 2 പേർ വെടിയേറ്റാണ് മരിച്ചത്. അതുപോലെ 2 പേർ പള്ളിയിൽ തീപിടുത്തത്തിലുണ്ടായ പൊള്ളലേറ്റാണ് മരിച്ചത്. ഈ പൊള്ളലേറ്റ് തന്നെ നിരവധി പേർ ചികിത്സയിലാണ്. അപ്പോൾ ഇവരുടെ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണം നടത്തിയ ഈ തോമസ് ജേക്കബിൻ്റെ വീട് ഇപ്പോൾ നിലവിൽ പരിശോധന വിധേയമാക്കിയിട്ടുണ്ട്. ഇയാളുടെ സോഷ്യൽ മീഡിയ ബന്ധങ്ങളും ഇതുവഴിയുള്ള ഇടപാടുകളും മറ്റെന്തെങ്കിലും തീവ്രവാദ ബന്ധം ഉൾപ്പെടെ ഇയാൾക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളും FBI പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവ്യ. ശരി, അജയ് സുധാബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ നുംകോറിൽ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ കസ്റ്റംസ്. വാഹനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോയമ്പത്തൂർ, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാകും അന്വേഷണം. ഇതുവരെ 39 വാഹനങ്ങളാണ് കണ്ടെത്തിയത്. ഡാനി ഇപ്പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, അന്വേഷണം അത് പല തരത്തിൽ മുന്നോട്ട് പോകുന്നു മനസ്സിലാക്കുന്നു. ഇതുവരെ 39 വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം ഏത് തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കേസിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ കസ്റ്റംസ് അഭിമുഖീകരിക്കുന്നത് വാഹനങ്ങൾ കണ്ടെത്തുക എന്നതാണ്. വാഹനങ്ങൾ 189ഓളം വാഹനങ്ങളാണ് കസ്റ്റംസിൻ്റെ ഒരു ലിസ്റ്റ് പ്രകാരം, അവരൊരു അന്വേഷണത്തിൽ പ്രകാരം അവരുടെ പക്കലുള്ളത്. പക്ഷേ 40-ൽ താഴെ മാത്രം വാഹനങ്ങളെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾ എവിടെയാണ് എന്നത് പോലും സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല എന്നാണ്. നടൻ ദുൽഖർ സൽമാൻ്റെ അടക്കം 2 വാഹനങ്ങൾ ദുൽഖറിൻ്റേത് കൂടി ഇനിയും കണ്ടെത്താനുണ്ടെന്ന് കസ്റ്റംസ് പറയുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു രൂപം കസ്റ്റംസിന് പോലുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റംസ് DGPക്ക് ഒരു കത്ത് നൽകി, ക്രമസമാധാന ചുമതലയുടെ DGPക്ക് കത്ത് നൽകിയിരുന്നു. വാഹനങ്ങൾ കണ്ടെത്താനുള്ള അവരുടെ അന്വേഷണത്തിൽ സഹായം ആവശ്യപ്പെട്ടാണ്, പോലീസിൻ്റെ കൂടി സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിൽ പ്രധാന ഒരു ആവശ്യമായിട്ട് പറഞ്ഞിരുന്നത് ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലുള്ളൊരു പരിശോധനയ്ക്ക് സഹായിക്കുക, അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ്. കാരണം ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു വലിയ സാധ്യത മുന്നിൽ കണ്ടായിരുന്നു ആ ഒരു നീക്കം നടത്തിയിരുന്നത്. പക്ഷേ അതിനു മുൻപേ വാഹനങ്ങൾ അതിർത്തി കടന്ന് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് കരുതുന്നത്. അവരുടെ നിലവിലെ ഒരു പരിശോധനയും ആ രീതിയിലുള്ള വിവരങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. അതനുസരിച്ച് ചെന്നൈയിലും കർണാടകത്തിലുമെല്ലാം തന്നെ, ചെന്നൈയിലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുമെല്ലാം തന്നെയും പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള കസ്റ്റംസിന്
അവരുടെ വിഭാഗങ്ങൾക്ക് വിവരം നൽകിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ വിവിധയിടങ്ങളിൽ വേണം. പ്രത്യേകിച്ച് ഈ കോയമ്പത്തൂർ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ, ബാംഗ്ലൂരു അല്ല അവിടങ്ങളിലെല്ലാം തന്നെ വിപുലമായ സൗകര്യമുള്ള ഗാരേജുകളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം രൂപമാറ്റം സംഭവിക്കാനും ഒരുപക്ഷെ വാഹനങ്ങൾ തന്നെ പൊളിക്കാനും എല്ലാം തന്നെ സാധ്യത നിലവിലുണ്ട്. വളരെ അടിയന്തിരമായി ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തണമെന്നാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും കസ്റ്റംസ് ഇവിടെ ലഭ്യമായ രേഖകൾ, പിടിച്ചെടുത്ത രേഖകൾ ഇതെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ഇടനിലക്കാരിലേക്ക് കൂടി അന്വേഷണം നീണ്ടിട്ടുണ്ട്. അത് സംസ്ഥാനത്തും പുറത്തുമുള്ള ചില ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. ഇവർക്ക് ഈ സമൂഹത്തിന് വളരെ സമ്പന്നതയിലുള്ളവരായിട്ട് ഈ വാഹന കച്ചവടങ്ങളുടെ കാര്യത്തിൽ വലിയ ഇടപാടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലടക്കം വലിയ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യാനടക്കമുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം ഈ പിടിച്ചെടുത്ത രേഖകളുടെ അടക്കമുള്ള പരിശോധനകൾ തുടരുകയാണ്. മൂവാറ്റുപുഴ സ്വദേശി മഹിൻ അൻസാരിയും അടുത്ത ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 41 ചികിത്സയിലായിരുന്ന സുഗുണ എന്ന 65-കാരിയാണ് മരിച്ചത്. നിലവിൽ 50 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ദുരന്തത്തിൽ അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന ടി.വി.കെ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഇന്ന് പരിഗണിക്കും. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ഏറെ ദാരുണമായ സംഭവം, 41 മരണമായി എന്നുള്ളതാണ് അത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അതിനപ്പുറത്തേക്ക് പ്രധാനമായും ഇന്റലിജൻസ് കൃത്യമായി അക്കമിട്ട് നിരത്തുന്നുണ്ട് ഓരോ വീഴ്ചകളും. അതിൽ പ്രധാനമായി ടി.വി.കെയുടെ ഭാഗത്ത് നടന്ന വീഴ്ചകളെക്കുറിച്ച് പറയുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരുടെ ഭാഗത്തു നിന്നാണ് അജയ് വീഴ്ച സംഭവിച്ചത്? വിവരങ്ങൾ. ഭവ്യ, ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും ടി.വി.കെയും അതുപോലെ തന്നെ അധ്യക്ഷനായിട്ടുള്ള വിജയുമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അതുമാത്രമല്ല, സർക്കാരിന് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അത് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള ആയുധമാക്കുന്നുണ്ട്. ടി.വി.കെയും ഈ വിഷയം തന്നെയാണ് ആരോപിക്കുന്നത്. ബി.ജെ.പിയും എ.ഐ.ഡി.എം.കെയും ഇപ്പോൾ നിലവിലെടുത്തിട്ടുള്ള നിലപാട് നോക്കുകയാണെങ്കിൽ ടി.വി.കെയെ അങ്ങനെ കടന്നാക്രമിക്കാതെ സർക്കാരിനെതിരെ ഉള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ച, ജനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാരും പോലീസും പരാജയപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബി.ജെ.പി പറയുന്നു. കഴിഞ്ഞ ദിവസം കെ അണ്ണാമലൈ ഉൾപ്പെടെ ആശുപത്രിയിൽ സന്ദർശനം നടത്തി അദ്ദേഹം ആഞ്ഞടിച്ചതും സർക്കാരിനെതിരെയായിരുന്നു. ടി.വി.കെയും സർക്കാരിനെതിരെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് ടി.വി.കെ പറയുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടത്തുകയും അതുപോലെ തന്നെ കല്ലേറുണ്ടാവുകയും ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും ടി.വി.കെയുടെ ആരോപണങ്ങളാണ്. ലാത്തി ചാർജ് നടന്നുവെന്നും കല്ലേർ നടക്കുകയും ചെയ്തു എന്നുള്ളത്. എന്നാൽ സർക്കാർ ഇത് നിഷേധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്രമസമാധാന ചുമതലയുള്ള എ.ഡി.ജി.പിയുടെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഇതിലുൾപ്പെടെ എ.ഡി.ജി.പി ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. ഇതിനൊന്നും തെളിവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു 2 കൂട്ടരും നിലവിൽ ഈ ആരോപണങ്ങളുടെ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും തമിഴക രാഷ്ട്രീയം പോകുന്നതെന്നുൾപ്പെടെ അറിയുന്നത് ഇന്നത്തെ ഈ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനിടെ ഈ അവധിക്കാല ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി എന്നുള്ള ചില വിവരങ്ങളും ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ സാധിച്ചേക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിലുള്ള അനിശ്ചിതത്വം അത് വീണ്ടും നീളാനുള്ള സാധ്യതകളുണ്ട്. വിജയ്ക്കെതിരെ കേസ് എടുക്കണ്ട എന്നുള്ളൊരു നിലപാട് ഉൾപ്പെടെ സർക്കാർ എടുത്തത് ഈ കോടതിയുടെ നിരീക്ഷണം ഇന്നുണ്ടായതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാം എന്ന് ആലോചിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് കോടതിയുടെ നിരീക്ഷണം അത് പ്രത്യേകിച്ച് ഒന്നും വന്നില്ല എങ്കിൽ വിജയ്ക്കെതിരെയുള്ള നടപടികൾ നീളും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് വിജയ് മറ്റ് മാധ്യമങ്ങളെ കാണാനും കൂടുതൽ ആരോപണങ്ങൾ സർക്കാരിനെതിരെ തൊടുത്തുവിടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനിടെയാണ് മരണസംഖ്യ 41 ഉയർന്നത്. ഇപ്പോഴും കൂടുതൽ പേർ 50ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. തീർച്ചയായും അജയ്, എന്തായാലും മദ്രാസ് ഹൈക്കോടതി ഇന്ന് വിഷയം പരിഗണിക്കുന്നുണ്ട്. കോടതി എന്ത് പറയുമെന്നുള്ളത് തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പരിക്കേറ്റവരെ സന്ദർശിക്കുന്നുണ്ട്. കരൂരിലെത്തി മന്ത്രി എന്തു പറയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് ടി.വി.കെ ഇതുവരെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. വിജയ് ക്യാമ്പിന്റെ അടുത്ത നീക്കം എന്തെന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അജയ് സുധാ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഈ 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയും ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടൈംസ് കാണാം. ശ്രീജാശ്യാം ചേരും. നമസ്കാരം.